ഈ സ്ട്രൈക്കോ സൈക്കോസിസ് BMSൽ നിന്ന് കടമെടുത്ത വാക്കാണ് നമ്മൾ. സൈക്കോസിസുകൾ പലതരമുണ്ടല്ലോ. ഒരു സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളൊരു സൈക്കോസിസ് എന്നുള്ള അർത്ഥത്തിൽ അവർ കോയിൻ ചെയ്തതാണ്. അതാണ് നമ്മുടെ ഈ ഒരു മൊണ്ടാഷിലും അത് പറഞ്ഞത്, സ്ട്രൈക്കോ സൈക്കോസിസ്. എന്തായാലും എന്താണ് ഇന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അവസ്ഥ എന്നൊന്ന് വേഗം കണ്ടറിയാൻ നമ്മുടെ റിപ്പോർട്ടർമാർ കേരളമെമ്പാടുമുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കുക. മറ്റ് സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യ, തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഈ അഖിലേന്ത്യ എന്നിവർ വിളിക്കുന്ന പണിമുടക്കിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു നമുക്ക് കാണാം. തിരുവനന്തപുരത്ത് നിന്ന് വീണയുണ്ട്, കോഴിക്കോട് നിന്ന് അനഘയുമുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം വീണയിൽ നിന്ന് തുടങ്ങാം അല്ലേ? വീണ, ദേശീയ പണിമുടക്ക് എന്നാണ് പറയുന്നത്. എന്താണ് തിരുവനന്തപുരത്തെ ചിത്രം എന്താണ്? ഞാൻ നേരത്തെ പ്രദീപ് പിള്ളയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ വരുന്ന വഴിയെല്ലാം ആക്റ്റീവാണ്. പ്രൈവറ്റ് വെഹിക്കിൾസ് ഉണ്ട്, സ്കൂട്ടറുകളുണ്ട്, അതുപോലെ കാറുകളുണ്ട്, വാനുകളുണ്ട്, എല്ലാം നിരത്തിൽ ഓടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം അവിടങ്ങളിൽ ഒക്കെ ഈ ചായക്കടകളുണ്ട്. സാധാരണ അതൊന്നും കാണാറില്ല. എല്ലാം അടപ്പിക്കും, കേരളം സ്തംഭിപ്പിക്കുമെന്നാണ് CITUവിൻ്റെ ദേശീയ അധ്യക്ഷൻ അല്ലേ, സഖാവ് എളമരം കരീം പറഞ്ഞത്. കേരളം സ്തംഭിപ്പിക്കും. കേരളം എന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ, അവർക്കും അറിയാം, ഭാരതം എന്നല്ല, അവർക്ക് കൃത്യമായിട്ട് അറിയാം. ദേശീയ പണിമുടക്കെന്ന് വിളിക്കുമെങ്കിലും. അതെ അതെ. അപ്പോൾ വീണ, എന്താ തിരുവനന്തപുരത്തെ ചിത്രം എന്താണ്? ഗുഡ് മോർണിംഗ് അനിൽ നമ്പ്യാർ. ഇന്ന് പണിമുടക്കാണ്. പക്ഷേ നമുക്ക് നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ അന്നം മുടക്കുന്നവർക്കെതിരെയുള്ള പ്രതിഷേധം തന്നെ, തിരിച്ച് അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നിരത്തുകളൊക്കെ സജീവമാണ്. ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് വിവിധ തരത്തിലുള്ള, അതായത് ആശുപത്രികളിലൊക്കെ പോകാനായി എത്തുന്നവർക്ക് സേവാഭാരതി അടക്കമുള്ളവരുടെ സേവനം, ബദൽ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിലും ഒപ്പം തന്നെ RCCയിലും ഒക്കെ പോകേണ്ടവർക്കുള്ള ആംബുലൻസുകളാണ്, സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള ആംബുലൻസുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളം സ്തംഭിച്ചൊരു അവസ്ഥ നിലവിലില്ല എന്ന് നമുക്കിപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ പറയാൻ സാധിക്കും. കാരണം ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഉണ്ടാവാതെ അവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 5ഓളം ആംബുലൻസുകളാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന, അതായത് രോഗബാധിതരെ ചികിത്സയൊക്കെയായി ഇവിടെ എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായവുമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ 3 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. അത് രോഗികളെയും വഹിച്ചുകൊണ്ട് RCCയിലേക്കും മെഡിക്കൽ കോളേജിലും ഒക്കെ പൊയ്ക്കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഇവിടെ ട്രെയിൻ ഇറങ്ങുന്നതനുസരിച്ച്, അതായത് പ്രധാനപ്പെട്ട മലബാറിൽ നിന്നുള്ള 3 ട്രെയിനുകളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നൊരു സമയം കൂടിയാണ് രാവിലെ. അപ്പോൾ അവർ യാത്ര പുറപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്തേക്ക്, തമ്പാനൂരിലേക്ക് എത്തുമ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാനുള്ള സംവിധാനം തന്നെയാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഒന്നിലേറെ സർവീസുകൾ, ഇപ്പോൾ തന്നെ 10ലേറെ സർവീസുകളായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എത്തുന്ന ഓരോ രോഗികളെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വരുന്ന യാത്രക്കാർക്കൊക്കെ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും ഒപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് എത്തുന്നവരുണ്ട്. അവരെയൊക്കെ അതാതിടങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ബദൽ മാർഗ്ഗങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വകാര്യ വാഹനങ്ങളൊക്കെ നിരത്തിലുണ്ട്. ഈ ഇടത് അനുകൂല സംഘടനകളുള്ള ആ തൊഴിലാളികളിൽ ഉൾപ്പെട്ട KSRTC ഒന്നും ഇന്ന് സർവീസ് നടത്തുന്നില്ല. അത്തരത്തിൽ പൊതുഗതാഗത സർവീസുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓട്ടോ അടക്കം സർവീസ് നടത്തുന്നുണ്ട്. മറ്റു സ്വകാര്യ വാഹനങ്ങളടക്കം ഓടുന്നുണ്ട്. വന്നിറങ്ങിയ യാത്രക്കാരുടെ പ്രതികരണം തേടുന്നത് നന്നായിരിക്കും. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ജനങ്ങൾ അറിയട്ടെ. തീർച്ചയായും എന്തായാലും യാത്രക്കാരുടെ പ്രതികരണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പണിമുടക്കം അറിഞ്ഞിരുന്നോ? ഇല്ല, എനിക്ക് തമ്മിൽ. എവിടെന്നാ വരുന്നത്? ഞാനിங்கே കരുനാഗപ്പള്ളിയിൽ വരുന്നത്. ഇതൊക്കെ പോകണം, വിജയവാഡ പോകണം. വിജയവാഡയിലേക്ക് പോകാൻ എത്തിയവരുണ്ട്, മലയാളികളുണ്ട്, അന്യസംസ്ഥാനത്ത് നിന്ന് എത്തുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ പോകാൻ സാധിക്കുമെന്നുള്ളതും ചേച്ചി എവിടെന്നാ വരുന്നത്? ഞങ്ങൾക്ക് കോഴിക്കോട്. വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട്? ഓട്ടോറിക്ഷ ഇല്ല. എന്താ തോന്നുന്നത്? പണിമുടക്കിനോട് എന്താ തോന്നുന്നത്? എന്താ, പാവപ്പെട്ട ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്, വിലക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ നമുക്ക് ആവശ്യമാണോ? സാധാരണ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ പണിമുടക്കിയിട്ട് കാര്യമില്ലല്ലോ.
തീർച്ചയായും ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഇത്തരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പണിമുടക്കുകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കോഴിക്കോട് നിന്ന് എത്തിയതാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് സംസ്ഥാനത്തിന് വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന നിരവധി പേർ ട്രെയിൻ ഇറങ്ങി വരുന്നവരുണ്ട്. അവർ കൂട്ടമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ചില ഓട്ടോറിക്ഷകൾ മാത്രം ഇപ്പോൾ നിരത്തുകളിൽ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വരും മണിക്കൂറുകളിൽ അത് ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ വലിയ രീതിയിൽ, അതായത് തിരുവനന്തപുരം നഗരത്തെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ളൊരു പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം KSRTC മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ബദൽ മാർഗ്ഗങ്ങൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നടക്കുന്നത്. 9 മണിയോടുകൂടി മറ്റ് ട്രെയിനുകളും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്കായിട്ടുള്ള ഇവിടെ എത്തുന്നവർക്ക് അവരുടെ ജോലി സ്ഥലത്തും ഒപ്പം തന്നെ ആശുപത്രികളിലും അവരുടെ വീടുകളിലും ഒക്കെ എത്തിക്കുന്നതിനുള്ള സർവീസുകളാണ് ഇപ്പോൾ